പോയ വസന്തത്തിൻ സ്മരണയിൽ കഴിയുന്ന ശലഭമേ, എന്തേ മടിക്കുന്നു പുതു മലർത്തേടി പോകുവാൻ നീ? പുതു നറുതേ നുകർന്നിടുവാൻ ആരുടെ സ്മരണയിൽ വേദനിക്കുന്നു നീ? വസന്തർത്തുവാലോ അതാ വസന്തർത്താൽ പേതൊരു സുമത്താലോ. ഈ വാതിലിനപ്പുറം ഒരു മലയാളം അധ്യാപകൻ എന്നോ കണ്ട സ്വപ്നമാണ്. നീ എന്താണ് നിൻ്റെ പുസ്തകങ്ങളെ സ്വതന്ത്രമാക്കാത്തത്? സൂസന്നയോട് ജോസഫ് ചോദിക്കുന്നതാണ്, എന്താ പുസ്തകങ്ങൾ സ്വതന്ത്രമാക്കാത്തതെന്ന്. അപ്പോഴാണ് സാർ ഇവിടെ 4000-ഓളം പുസ്തകങ്ങൾ സ്വതന്ത്രമാക്കി ഇങ്ങനെ ഒരു കുഞ്ഞ് ലൈബ്രറി തുടങ്ങിയിരിക്കുന്നത്. സന്തോഷമാണല്ലേ സാറേ? സന്തോഷമാണ്. പുതിയ വീടായപ്പോൾ രാജൻ മാഷ് പഴയ വീട് വായനശാലയാക്കി. സാറേ, എത്ര നാളത്തെ സ്വപ്നമാണിത്? ഇത് സ്വപ്നം തികച്ചു പറയുകയാണെങ്കിൽ ഒരു 10-20 വർഷത്തെ സ്വപ്നമാണ്. സ്വപ്നത്തിന്റെ പരിസമാപ്തി എത്തിയോ അതോ? ഇല്ല, എത്തിയില്ല. എന്താ ഇനി കിട്ടുന്ന പുസ്തകങ്ങൾ വാങ്ങി ഇവിടെ ശേഖരിച്ച് അത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുത്ത് നമ്മുടെ സമൂഹത്തിനെ കുറെ കൂടെ ഉയർത്തണം എന്നാണ് ആഗ്രഹം. 40 വർഷത്തെ അധ്യാപന രീതികൾ തന്നെയാണ് ആഗ്രഹത്തിന്റെ അടിത്തറ. നമ്മൾ കുട്ടികളെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പം ഞാൻ മലയാള അധ്യാപകനായതുകൊണ്ട് നമ്മുടെ സാഹിത്യ സൃഷ്ടികളുടെ ഒരു ഭാഗമാണല്ലോ പാഠമായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അധ്യായം ഒരു ഭാഗമായിരിക്കും പഠിപ്പിക്കാൻ വരുന്നത്. അപ്പോൾ ഒരിക്കലും കുട്ടികൾ ഈ കൃതികൾ കണ്ടു കാണും. അപ്പോൾ അത് കുട്ടികളെ കൊണ്ട് ഈ മൂലകൃതി കാണിച്ചിട്ട് പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇമേജ്, ഈ പുസ്തകത്തിൻ്റെ മുഖചിത്രം, അതിൻ്റെ ലേ ഔട്ട് എല്ലാം ഇവരുടെ മനസ്സിലങ്ങ് നിലനിൽക്കും, ഒരിക്കലും മറന്നു പോകത്തില്ല. പ്രദേശത്തെ വിദ്യാർത്ഥികളും മുതിർന്നവരും അവരുടെ വായനയിടം വായനപ്പുര ആയതിലെ സന്തോഷത്തിലാണ്. ഓർക്കുന്നീ ശലഭമേ, ഇന്നലെ സമമെങ്കിൽ ഇന്നേക്ക് നീ, നാളേക്ക് ഞാനല്ലോ, ഇത് തന്നെയാണല്ലോ പ്രകൃതിതൻ വിധിയും. സാറാണ് എന്ന് പറഞ്ഞത് ഇതുപോലൊരു കൈയെഴുത്ത് മാസിക തയ്യാറാക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടൊരു കവിത എഴുതണം. ആദ്യം കഥ എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞത്. സാറ് പറഞ്ഞു സാരമില്ല മോൾ എഴുതി പറ്റൂന്ന് പറഞ്ഞ് അങ്ങനെ എഴുതിയതാണ്. തിരിച്ചെത്താത്ത പുസ്തകങ്ങളോട് പരിഭവമില്ല. തിരിച്ച് കിട്ടാത്ത പുസ്തകങ്ങളുണ്ട്. പക്ഷേ തിരിച്ച് കിട്ടാത്ത പുസ്തകത്തിന് ഞാൻ കണ്ട പിന്നെ എവിടെയെങ്കിലും പുസ്തകത്തിന് പോകുമ്പോൾ ഈ തിരിച്ച് കിട്ടാതായ പുസ്തകം പിന്നെ വാങ്ങും. അതുകൊണ്ട് ഒരു മനപരിഭാഗം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. സാർ അധ്യാപകനായിരുന്നല്ലോ, അപ്പോൾ ഞാൻ കൗതുകരായിട്ട് ചോദിക്കുകയാണ്, മോശം കൈയക്ഷരമുള്ള കുട്ടികളുടെ പേപ്പർ കിട്ടിയാൽ എങ്ങനെയായിരിക്കും സമീപനം? മോശം കൈയക്ഷരം എന്ന് പറയുന്നത് ശരിയല്ല. അല്ല, ഈ കുട്ടികൾ അനുകരണശീലര. നമ്മൾ നല്ലതുപോലെ ബോർഡിൽ എഴുതുകയാണെങ്കിൽ അവർ അതുപോലെ അറിയാതെ എഴുതിപ്പോകും. അതാ അതിൻ്റെ ഒരു മനഃശാസ്ത്രം. ഇനി വരുന്ന ഒരു തലമുറയെ ഇതിൻ്റെ വഴിയിൽ നടത്തി കുറച്ച് പ്രൊഫഷണലുകൾ, കുറേ ഉദ്യോഗസ്ഥർ ഒക്കെ ആക്കി തീർക്കണം എന്നൊരു ആഗ്രഹം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ അധ്യാപനത്തിന് ഇടവേളകളില്ല. കുട്ടികൾക്ക് അക്ഷരം പകർന്ന മാഷ് നാടിനാകെ അക്ഷരങ്ങളുമായി കാത്തിരിക്കുകയാണ്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. രാഹുലുണ്ട് നമുക്കിപ്പോൾ. രാഹുൽ, ഒരു മലയാളം അധ്യാപകന് പ്രത്യേകിച്ചും അക്ഷരങ്ങളല്ലാതെ അല്ലേ, പുസ്തകങ്ങളല്ലാതെ എന്താണ് വരുന്ന പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ നാട്ടിലെ കുട്ടികൾക്കുമൊക്കെ സംഭാവന ചെയ്യാൻ കഴിയുക, സമ്മാനമായി നൽകാൻ കഴിയുക? അതാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഇടയിൽ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിൻ്റെ ലേഔട്ടും ഒക്കെ കുട്ടികളുടെ മനസ്സിലുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് നമ്മൾ അടിയിൽ വരച്ച പോയിന്റുകൾ പരീക്ഷയ്ക്കിരിക്കുമ്പോൾ അത് ഇന്ന പേജിൽ ഇടതുഭാഗത്ത് മുകളിൽ ഇത്രാമത്തെ വരി എന്ന് നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരാറുണ്ട്. അതാണ് ഈ കണ്ടും വരച്ചും ഒക്കെ പഠിച്ചാലുള്ള ഗുണങ്ങൾ. എന്തായാലും അദ്ദേഹം പുസ്തകങ്ങൾ മാത്രമല്ല, ഈ ഒരു അധ്യാപനത്തിൻ്റെ ഗുണം കൂടി ആ നാട്ടിലെ കുട്ടികൾക്ക് കിട്ടും അല്ലേ? ദിവേഷ്, തീർച്ചയായും. ആദ്യം തന്നെ ഇപ്പോൾ ഒരു അധ്യാപകനാണ് അദ്ദേഹം, അത് തൊഴിലെടുക്കുന്ന ഇടമാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ ഇപ്പം പുതിയൊരു വീട് വെക്കുന്നു, അപ്പോൾ പഴയൊരു വീട് കിടക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ കുടുംബ ബഡ്ജറ്റ് എഴുതുമ്പോൾ പറയും ഒരു ആദായം കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു നിശ്ചിതമായ പൈസ നമുക്ക് മാസം ആ വീട്ടിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞ് കുടുംബ ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ചുറ്റുപാടുമുള്ളത്. അപ്പോഴാണ് ഒരു അധ്യാപകൻ ഇത് ബുക്കുകൾ ശേഖരിച്ച് ലൈബ്രറി ആക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു ആശയം തന്നെയാണ് ഏറ്റവും ആദ്യം നമ്മളെ അവിടെ എത്തിച്ചത്.
രണ്ടാമത് ദിവീഷ് പറഞ്ഞതുപോലെ അനുഭവങ്ങളിൽ നിന്നാണ്, എങ്ങനെ പഠിപ്പിച്ചു, ഞാൻ വിദ്യാർത്ഥികളോട് എങ്ങനെയായിരുന്നു, അത് തന്നെയാണ് ഇനിയും തുടരുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് റിട്ടയർമെൻറ്റ് ഈ സാറിനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞാൻ നോട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകം വിൽക്കുന്നവർ, പുസ്തകം വായിക്കുന്നവർ ഒരു കാര്യത്തിൽ വലിയ കർക്കശക്കാരായിരിക്കും, പുസ്തകം കൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. രാജമാഷ് അങ്ങനെയൊന്നുമില്ല. രാജമാഷ് പറയുന്നത് പുസ്തകം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ മൂല്യങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ, ആ വാക്കിലെ മൂല്യമൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ആ പുസ്തകം എടുത്തുള്ള മാറുകയാണെങ്കിൽ അത് തന്നെ മതിയെന്നാണ് മാഷ് പറഞ്ഞു വയ്ക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാഷിൻ്റെ കൈയക്ഷരം. അമ്മയെ ഭയങ്കര കൈയക്ഷരം, ദിവീഷ് ശ്രദ്ധിച്ച് കാണും, ആ കൈയെഴുത്ത് മാസികയിൽ കാണാം ആ കൈയക്ഷരം. അങ്ങനെ എന്തുകൊണ്ടും ഈ പറയുന്നത് പോലെ ഒരു വെറൈറ്റി ആയ ആശയമുള്ള, മനോഹരമായ കൈയക്ഷരമുള്ള, മനോഹരമായ മൂല്യങ്ങളുള്ള ഒരു അധ്യാപകനെ കാണാൻ കഴിഞ്ഞു. അത് ഏറ്റുപിടിക്കുന്ന ജനങ്ങളെയും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെല്ലാം അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞു ദിവീഷ്.